ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉണക്ക മാന്തൽ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായി ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഉണക്ക മാന്തൽ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഉണക്ക മാന്തൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഈ മാന്തളിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ മീനിൽ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഉണക്കമീനായ കാരണം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മാന്തൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീനിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനിൻ്റെ മറ്റേ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ച് മീനും കൂടിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് മീനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ സവാള നീളനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്ക മുളക് ഇടിച്ച ഉണക്കമുളക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഈ സമയത്ത് പാകത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന മാന്തളിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇടിച്ച മുളക് ഇല്ലാത്ത കാരണം ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സവാള ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരട്ടെ. അതുവരേക്കും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉണക്കമീനാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം പോണ വരയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം, പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് നീളനെ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി വെന്ത് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാനിവിടെ നമ്മുടെ മാന്തൾ വറുത്തത് ഒരു ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാന്തൾ വറക്കണ സമയത്ത് പൊട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ചെറുതാക്കി കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് സൗകര്യം അതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിതൊരു 2-3 മിനിറ്റ് ഈ മസാലയൊക്കെ ഈ മാന്തളിൽ പിടിക്കണ പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുവരേക്കും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉണക്കമാന്തൾ ഫ്രൈ അല്ലെങ്കിൽ ഉണക്കമാന്തൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മസാലയൊക്കെ കൂടി ചോറുണ്ണാനായിട്ട് ഇത് മാത്രം മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. നിറയെ ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണക്കമാന്തൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഉണക്കമാന്തൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.